കഴിഞ്ഞ വർഷം എറണാകുളത്ത് ഒരു മജ്‌ലിസിലെത്തുമ്പോൾ അവിടെ ഉമർ എന്ന് പറയുന്ന ഒരു സഹോദരൻ INTUC സംസ്ഥാന സെക്രട്ടറി ഉണ്ട്. സാധുവായ എന്നെ പ്രസംഗത്തിന് വിളിക്കുമ്പോൾ തന്നെ അതിന് തൊട്ടു മുമ്പ് 2 മിനിറ്റ് ഉമർക്ക പറയും എന്ന് പറഞ്ഞു. ഉമർക്ക കയറി നിന്നിട്ട് ഒരു സംഭവം പറഞ്ഞു. ബഹുമാനപ്പെട്ട ഖുറാത്തങ്ങളുടെ ഒരു വിശേഷം മറ്റൊന്നുമല്ല, ഇദ്ദേഹത്തിന്റെ അടുക്കൽ മോസ്റ്റ് മോഡേൺ ഫാമിലിയിൽപ്പെട്ട എറണാകുളത്തെ ആലുവയിലെ ഒരു ഫാമിലി ഇദ്ദേഹത്തോട് പറഞ്ഞു, 12 കൊല്ലമായി സന്താനങ്ങളില്ല, ഇനി കയറി ഇറങ്ങാൻ ഒരു മെഡിസിനുമില്ല, പല കൃത്രിമ യാന്ത്രിക മാർഗങ്ങളും നോക്കി, പക്ഷേ വിജയിച്ചിട്ടില്ല. എന്താണ് ഒരു പരിഹാരം? അദ്ദേഹം പറഞ്ഞു, ഞാനൊരു പാവപ്പെട്ടവനാണ്, ഞാൻ എന്ത് പരിഹാരം പറയാനാ? പക്ഷേ എനിക്കൊരു നല്ല സ്നേഹമുള്ള തങ്ങളെ അറിയാം, ആ തങ്ങളെ പറഞ്ഞു തരാം, നിങ്ങൾ അദ്ദേഹത്തിനോട് പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞു. ആരാന്ന് ചോദിച്ചപ്പോ വലിയ തങ്ങളായിരുന്ന താജുൽ ഉലമയുടെ മകൻ സയ്യിദ് ഖുറാ തങ്ങളാണെന്ന് പറഞ്ഞു. എട്ടിക്കുളത്ത് ചെന്നാൽ കാണാമെന്ന് പറഞ്ഞു. അങ്ങനെ ട്രെയിനിൽ ഇവർ യാത്ര ചെയ്ത് എട്ടിക്കുളത്തിൽ നിന്ന് ഖുറാ തങ്ങളെ കണ്ടു നോക്കുമ്പോ പെട്ടെന്ന് തന്നെ മഹാനവറുകൾ നൂറുകണക്കിന് ആളുകളെ സ്വീകരിക്കുന്നതിന്റെ ഇടയിൽ 12 കൊല്ലമായി കുട്ടികളില്ലെന്ന് പറഞ്ഞപ്പോ വെള്ളത്തിലേക്ക് ഒരു കുപ്പി വെള്ളം എടുത്തു വരാൻ പറഞ്ഞു. വെള്ളം എടുത്തു കൊണ്ടുവന്നപ്പോ ജസ്റ്റ് ഒന്ന് ഊതി കൊടുത്തു, എന്തോ ഒന്ന് ചൊല്ലി ഊതി കൊടുത്തു. ഈ പാവപ്പെട്ട ഫാമിലിക്ക് ഇതായിരിക്കും മരുന്നെന്ന ഒരു ധാരണയില്ലായിരുന്നു. ഇവരെന്തൊക്കെയോ പ്രതീക്ഷിച്ചാണ് പരീക്ഷണശാലകൾ മുഴുവൻ കയറി നടന്ന ഇവർ അവിടെ എത്തിയത്. അപ്പൊ ഇവരെന്ത് ചെയ്തു? അവിടുന്ന് വേറെ അന്തം വിട്ടിട്ട് അവിടുന്ന് തിരിച്ച് യാത്ര ചെയ്തു. എറണാകുളത്ത് തിരിച്ചെത്തിയപ്പോൾ ഈ ഭർത്താവ് ഭാര്യയോട് ചോദിച്ചു, എടി, നമ്മളിപ്പോ ഒരു ബിസ്ലേരി വാട്ടറിന് വേണ്ടിയാണോ ഇവിടുന്ന് അവിടെ വരെ പോയി കഷ്ടപ്പെട്ടത്? ഞാൻ നിങ്ങളോട് ചോദിക്കാൻ നടക്കായിരുന്നു, ദാ കിടക്കുന്നു വെള്ളം എന്ന് പറഞ്ഞിട്ട് ഈ കുപ്പിയും വെള്ളവും എടുത്ത് ഫ്രണ്ടിലെ തെങ്ങിന്റെ മുട്ടിലേക്ക് എറിഞ്ഞു. അവരങ്ങ് ഇട്ടുപോയി. അവരുടെ ദൗർഭാഗ്യം, ഇട്ട ഉടൻ അടപ്പും തുറന്ന് വെള്ളം കംപ്ലീറ്റ് അവിടെ പോവുകയും ചെയ്തു. ഇപ്പൊ ഈ മുറ്റമൊന്നും അല്ലല്ലോ, എല്ലാത്തിലും എന്താണ് അതിന് പറയുന്നത്, ഇന്റർലോക്ക് ഇട്ട് നിർത്തിയിരിക്കുക തെങ്ങിന്റെ മൂട് വരെ. അപ്പൊ അതിനകത്ത് തെളിച്ച് വെള്ളമെല്ലാം പോവുകയും ചെയ്തു. സുബ്ഹാനല്ലാഹ്. ഈ ഉമർക്ക് പറയാണ്, രാത്രിയിൽ ഇവർ 8:30 മണിയായപ്പോൾ എയർ കണ്ടീഷനുള്ള റൂമിനകത്ത് കയറി. ഇവർക്ക് നല്ല സൗകര്യമുള്ള സമ്പത്തുള്ള വീട്ടുകാരാണ്. അവരതിനകത്ത് കയറി അതാ AC ഓണാക്കിയിട്ട് കിടന്നുറങ്ങാൻ ഒരുങ്ങുമ്പോ കണ്ണിൽ ഉറക്ക് പിടിക്കുന്നില്ല. ഈ വീടിന്റെ ചുറ്റുഭാഗവുമുള്ള 4 സൈഡിൽ നിന്നും നവജാത ശിശുക്കളുടെ ശ്വാസം പിടിച്ചുള്ള കരച്ചിലാണ്. 100 കണക്കിന് ബേബികളുടെ കരച്ചിൽ, അതും ശ്വാസം മുട്ടിയിട്ടുള്ള കരച്ചിൽ. എവിടുന്നാ കേൾക്കുന്നതെന്ന് അവർക്കറിയില്ല. AC-ക്കകത്ത് പുറത്ത് ശബ്ദം കേൾക്കാത്ത റൂമിൽ ശീതീകരിച്ച മുറിയില. സുബ്ഹാനല്ലാഹ്. രാവിലെ വരെ ഒരു പോള കണ്ണടയ്ക്കാൻ 2 പേർക്കും കഴിഞ്ഞില്ല. ഈ കുട്ടികളുടെ കരച്ചിലോടെ കരച്ചിൽ. അവസാനം അവർക്ക് മനസ്സിലായി ഇതിൽ പ്രശ്നങ്ങളുണ്ട്.